കാർഷിക വാർത്തകൾ. ബംഗാളിന്റെ മധുരം ഇനി ലോകത്തിന്റെ നാവിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ 10 ടൺ പ്രീമിയം മാൾഡ മാമ്പഴം വിദേശത്തേക്ക് കയറ്റി അയച്ചതോടെ ഈ സീസണിൽ 100 ടൺ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ബംഗാളിലെ പ്രശസ്തമായ മാൾഡ മാമ്പഴത്തിന് വിദേശ വിപണിയിൽ വൻ ഡിമാൻഡ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് 7 ടണ്ണും ഇറ്റലിയിലെ മിലാനിലേക്ക് 3 ടണ്ണും ഉൾപ്പെടെ 10 ടൺ പ്രീമിയം മാമ്പഴമാണ് കയറ്റുമതി ചെയ്തത്. ഇതോടെ ഈ സീസണിലെ മൊത്തം കയറ്റുമതി 100 ടൺ പിന്നിടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നിലവിൽ അമ്രപാലി ഇനത്തിനാണ് വിദേശത്തെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. എന്നാൽ മാൾഡ, വൃന്ദാവനി, ഫാസ്ലി, അശ്വിനി തുടങ്ങിയ ഇനങ്ങൾ കൂടി വിപണിയിലെത്തുന്നതോടെ കയറ്റുമതി ഇനിയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. 500 ഹെക്ടർ വിസ്തൃതിയിലുള്ള തോട്ടങ്ങളിൽ നിന്നാണ് ഈ മാമ്പഴങ്ങൾ ശേഖരിക്കുന്നത്. ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ, കർശന ഗുണനിലവാര പരിശോധന, മികച്ച പാക്കേജിംഗ് എന്നിവയാണ് മാൾഡ മാമ്പഴത്തിന് ആഗോള വിപണിയിൽ പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തത്. ജില്ലാ ഭരണകൂടം, APEDA, ഹോർട്ടിക്കൾച്ചർ വകുപ്പ് എന്നിവയുടെ പിന്തുണയോടെ കർഷകർക്ക് മികച്ച വരുമാനവും മാൾഡയ്ക്ക് ആഗോള മാമ്പഴ ഹബ്ബ് എന്ന അംഗീകാരവും നേടാനുള്ള വഴിയാണ് ഇപ്പോൾ തുറന്നുകിടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള വിപണിയിൽ ഇന്ത്യൻ ചോളത്തിന് വൻ ഡിമാൻഡ്. കുറഞ്ഞ വിലയും അനുകൂല കയറ്റുമതി സാഹചര്യങ്ങളും ഇന്ത്യയുടെ ചോളം കയറ്റുമതിയെ 3 വർഷത്തെ ഉയരത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. റെക്കോർഡ് ഉൽപാദനവും മത്സരക്ഷമമായ വിലയും കാരണം 2026-ൽ ഇന്ത്യയുടെ ചോളം കയറ്റുമതി 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷത്തിന്റെ ആദ്യ 5 മാസങ്ങളിൽ ഇന്ത്യ 10.8 ലക്ഷം ടൺ ചോളം കയറ്റുമതി ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 2.29 ലക്ഷം ടൺ മാത്രമായിരുന്നു. വർഷാവസാനത്തോടെ ആകെ കയറ്റുമതി 18 ലക്ഷം ടൺ വരെ എത്തുമെന്നാണ് വ്യാപാര മേഖലയിലെ പ്രതീക്ഷ. വിയറ്റ്നാം, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലായാണ് ഇന്ത്യൻ ചോളത്തിന് കൂടുതൽ ആവശ്യകത. റെക്കോർഡ് വിളവിനെ തുടർന്ന് ആഭ്യന്തര വിപണിയിൽ വില കുറഞ്ഞതും മറ്റു രാജ്യങ്ങളിൽ ചരക്ക് ഗതാഗത ചെലവ് ഉയർന്നതും ഇന്ത്യൻ ചോളത്തെ കൂടുതൽ മത്സരക്ഷമമാക്കി. കയറ്റുമതി വർദ്ധിച്ചതോടെ ആഭ്യന്തര വിപണിയിലുണ്ടായിരുന്ന അധിക സ്റ്റോക്ക് കുറയുകയും ചോളം വില വീണ്ടും മെച്ചപ്പെടാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എൽനിനോ മൂലമുള്ള മഴക്കുറവ് അടുത്ത സീസണിലെ ഉൽപ്പാദനത്തെ ബാധിക്കുമെന്ന ആശങ്കയും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് സോയാബീൻ കൃഷി സജീവമാകുന്നു. ജൂലൈ ആദ്യവാരം പിന്നിടുമ്പോൾ സോയാബീൻ വിത്തിടൽ 28.9 ലക്ഷം ഹെക്ടർ കടന്നതായി റിപ്പോർട്ട്. രാജ്യത്ത് സോയാബീൻ കൃഷി സീസൺ ശക്തമായി മുന്നേറുന്നതായി സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ജൂലൈ 1 വരെ 28.932 ലക്ഷം ഹെക്ടറിൽ സോയാബീൻ വിത്തിടൽ പൂർത്തിയായതായി സംഘടനയുടെ കണക്ക് വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കണക്കായ 6.92 ലക്ഷം ഹെക്ടറിനേക്കാൾ ഏറെ കൂടുതലാണിത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രധാന സോയാബീൻ ഉൽപാദക സംസ്ഥാനങ്ങളിലാണ് വേഗത്തിൽ വിത്തിടൽ പുരോഗമിക്കുന്നത്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ ലഭിച്ച അനുകൂലമായ മഴയും മികച്ച വില പ്രതീക്ഷയും കർഷകരെ കൂടുതൽ സോയാബീൻ കൃഷിയിലേക്ക് ആകർഷിച്ചതായാണ് വിലയിരുത്തൽ. ഭക്ഷ്യ എണ്ണ നിർമ്മാണത്തിനും മൃഗത്തീറ്റ വ്യവസായത്തിനും പ്രധാന അസംസ്കൃത വസ്തുവായ സോയാബീന്റെ കൃഷി വർദ്ധിക്കുന്നത് ആഭ്യന്തര ലഭ്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.